ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വേദവായന ഭാഗം സംഖ്യാപുസ്തകം 18 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളാണ്. സംഖ്യാപുസ്തകം 18 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയിലെ ഒരു പ്രധാന ഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ഈ അധ്യായങ്ങൾ പുരോഹിതരുടെ ഉത്തരവാദിത്വങ്ങൾ, ദൈവം തൻ്റെ ദാസന്മാർക്കായി ഒരുക്കുന്ന പരിപാലനം, ജനത്തിൻ്റെ ശുദ്ധീകരണം, കൂടാതെ ദൈവത്തിൻ്റെ വിശുദ്ധിയും മനുഷ്യൻ്റെ ബലഹീനതയും വെളിപ്പെടുത്തുന്ന പ്രധാന സംഭവങ്ങളും അവതരിപ്പിക്കുന്നു. ആത്മീയ നേതൃത്വത്തെക്കുറിച്ചും അനുസരണത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും മനുഷ്യരുടെ പരാജയങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ അചഞ്ചല വിശ്വസ്തതയെക്കുറിച്ചും ഇവിടെ പഠിക്കുന്നു. മുമ്പിലത്തെ അധ്യായങ്ങളിലെ കോരഹിൻ്റെ കലാപത്തിന് ശേഷം ദൈവം അഹ്റോൻ്റെയും പുരോഹിതത്വത്തിൻ്റെയും അധികാരം വീണ്ടും ഉറപ്പിക്കുന്നു. അഹ്റോനും പുത്രന്മാരും ലേവ്യരും സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട പ്രത്യേക ചുമതലകൾ ഏറ്റെടുക്കുന്നു. പുരോഹിതന്മാർ വിശുദ്ധ ശുശ്രൂഷയും യാഗങ്ങളും നിർവഹിക്കണം. ലേവ്യർ അവരെ സഹായിക്കുകയും സമാഗമന കൂടാരത്തെ പരിപാലിക്കുകയും ചെയ്യണം. എന്നാൽ പുരോഹിതരുടെ പ്രത്യേക ശുശ്രൂഷകൾ ചെയ്യുവാൻ അവർക്ക് അനുവാദമില്ല. കനാൻ ദേശത്ത് ഭൂസ്വത്തില്ലാത്തതിനാൽ പുരോഹിതർക്കും ലേവ്യർക്കും ജനങ്ങളുടെ ദശാംശങ്ങളിലൂടെയും വഴിപാടുകളിലൂടെയും ദൈവം ഉപജീവനം ഒരുക്കുന്നു. സംഖ്യാപുസ്തകം 18:20 ദൈവം പ്രഖ്യാപിക്കുന്നു, ഞാൻ തന്നെ നിൻ്റെ അവകാശവും നിൻ്റെ പങ്കുമാകുന്നു. ഈ അധ്യായം ശുശ്രൂഷ ഒരു ബഹുമതി മാത്രമല്ല, വിശുദ്ധമായ ഉത്തരവാദിത്വവുമാണെന്ന് പഠിപ്പിക്കുന്നു. അഹ്റോനോടുള്ള ദൈവത്തിൻ്റെ വാക്കുകൾ ഒരു ആഴമേറിയ സത്യം വെളിപ്പെടുത്തുന്നു. ദൈവദാസന്മാരുടെ യഥാർത്ഥ ആശ്രയം ഭൗതിക സമ്പത്തല്ല, പിന്നെയോ അത് ദൈവം തന്നെയാണ്. പുതിയ നിയമത്തിൽ വിശ്വാസികളെ രാജകീയ പുരോഹിത വർഗമെന്ന് വിളിക്കുന്നു. ക്രിസ്തുവിലൂടെ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അവകാശം. പലരും സമ്പത്തിലോ സ്ഥാനത്തിലോ നേട്ടങ്ങളിലോ സുരക്ഷ അന്വേഷിക്കുന്നു. എന്നാൽ യഥാർത്ഥ സുരക്ഷ ദൈവത്തിലാണെന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നു. സഭാ നേതാക്കൾ വിനയത്തോടെയും വിശ്വസ്തയോടെയും ശുശ്രൂഷ ചെയ്യണം. അതുപോലെ ആത്മീയ ശുശ്രൂഷയ്ക്കായി ജീവിതം സമർപ്പിച്ചവരെ വിശ്വാസികൾ പിന്തുണയ്ക്കണമെന്നും ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവരാജ്യത്തിൽ ഓരോ വിശ്വാസിക്കും ഒരു പങ്കുണ്ടെന്നും ആത്മീയ വരങ്ങൾ സ്വയമഹത്വത്തിനല്ല സേവനത്തിനായാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 19-ാമത്തെ അധ്യായത്തിൽ ഒരു ചുവന്ന പശുവിനെ യാഗമായി അർപ്പിച്ച് അതിൻ്റെ ചാരം ശേഖരിക്കുവാൻ ദൈവം കൽപ്പിക്കുന്നു. ആ ചാരം വെള്ളത്തിൽ കലർത്തി മരണവുമായി ബന്ധപ്പെട്ട അശുദ്ധികളിൽ നിന്ന് ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കണം. മൃതശരീരത്തെ സ്പർശിച്ചവർ ആചാരപരമായി അശുദ്ധരാകുകയും ശുദ്ധീകരണത്തിന് ശേഷം മാത്രമേ ആരാധനയിലും സമൂഹ ജീവിതത്തിലും മടങ്ങിച്ചേരാൻ കഴിയുമായിരുന്നുള്ളൂ. ഇങ്ങനെ ദൈവസാന്നിധ്യത്തിൻ്റെ വിശുദ്ധി സംരക്ഷിക്കപ്പെട്ടു. പാപത്തിലൂടെയാണ് മരണം ലോകത്തിൽ പ്രവേശിച്ചത്. അതുകൊണ്ട് മരണം പാപത്തിൻ്റെ മലിനതയുടെയും ദൈവത്തിൽ നിന്നുള്ള വേർപാടിൻ്റെയും പ്രതീകമാണ്. ചുവന്ന പശുക്കിടാവ് യേശുക്രിസ്തുവിലേക്കുള്ള ഒരു പ്രവചനാത്മക സൂചനയാണ്. യാഗം പാളയത്തിന് പുറത്തുവെച്ച് നടന്നതുപോലെ ക്രിസ്തുവും നഗരത്തിന് പുറത്തുവെച്ച് കഷ്ടം അനുഭവിച്ചു. ശുദ്ധീകരണ ജലം ദൈവത്തിൻ്റെ ശുദ്ധീകരണം കൃപയെ സൂചിപ്പിക്കുന്നു. എന്നാൽ യഥാർത്ഥ ശുദ്ധീകരണം ആചാരങ്ങളിലൂടെയല്ല, ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ്. ഇന്ന് വിശ്വാസികൾ ആചാരപരമായ ശുദ്ധീകരണങ്ങൾ ചെയ്യുന്നില്ല. എന്നിരുന്നാലും ആത്മീയ ശുദ്ധീകരണം ആവശ്യമാണ്. പാപം നമ്മുടെ ദൈവബന്ധത്തെയും മനസാക്ഷിയെയും സാക്ഷി ജീവിതത്തെയും ബാധിക്കുന്നു. ഏറ്റുപറച്ചിലൂടെയും മാനസാന്തരത്തിലൂടെയും ക്രിസ്തുവിൽ ലഭ്യമായ ശുദ്ധീകരണം നാം അനുഭവിക്കുന്നു. ദൈവം ഇന്നും വിശുദ്ധനാണെന്നും രക്ഷാകൃപയാൽ ലഭിച്ചാലും വിശുദ്ധ ജീവിതത്തിനുള്ള വിളി തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്നും ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. 20-ാമത്തെ അധ്യായത്തിൽ നിരവധി പ്രധാന സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം മിരിയാം കാദേശിൽ മരിക്കുന്നു. ശേഷം വെള്ളമില്ലാത്തതിനാൽ ജനങ്ങൾ വീണ്ടും പരാതിപ്പെടുന്നു. ദൈവം മോശയോട് പാറയോട് സംസാരിക്കാൻ കൽപ്പിക്കുന്നു. എന്നാൽ മോശ കോപത്തോടെ പാറയെ 2 തവണ അടിക്കുന്നു. വെള്ളം പുറത്തു വന്നെങ്കിലും ജനത്തിൻ്റെ മുൻപാകെ ദൈവത്തെ വിശുദ്ധനായി മാനിക്കാതിരുന്നതിനാൽ മോശയും അഹ്റോനും വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുകയില്ലെന്ന് ദൈവം പ്രഖ്യാപിക്കുന്നു. പിന്നീട് അഹ്റോൻ ഹോർ പർവ്വതത്തിൽ മരിക്കുകയും പുരോഹിതത്വം മകൻ എലയാസറിലേക്ക് കൈമാറപ്പെടുകയും ചെയ്യുന്നു. പാറ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. മുമ്പ് പാറയെ അടിക്കുവാൻ ദൈവം കൽപ്പിച്ചിരുന്നു. അത് ക്രിസ്തുവിൻ്റെ യാഗമരണത്തിൻ്റെ പ്രതീകമായിരുന്നു. എന്നാൽ ഇവിടെ സംസാരിച്ചാൽ മതിയായിരുന്നു. മോശയുടെ അനുസരണക്കേട് ചെറിയ കാര്യമെന്ന് തോന്നാം, എന്നാൽ അത് ദൈവത്തിൻ്റെ സന്ദേശത്തെ വികലമാക്കുകയും ദൈവത്തിൻ്റെ വിശുദ്ധിയെ ശരിയായി പ്രതിഫലിപ്പിക്കാതിരിക്കുകയും ചെയ്തു. ആത്മീയ നേതാക്കൾക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ടെന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. മിരിയാമിൻ്റെയും അഹ്റോൻ്റെയും മരണങ്ങൾ മനുഷ്യ നേതാക്കൾ നശ്വരരാണെന്നും ദൈവത്തിൻ്റെ പദ്ധതി തലമുറകളിലൂടെ തുടരുമെന്നും ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിലെ വലിയ അപകടങ്ങളിൽ ഒന്ന് ഭാഗിക അനുസരണം ആണ്. മോശ ഭാഗികമായി അനുസരിച്ചു, എന്നാൽ പൂർണ്ണമായി അനുസരിച്ചില്ല.
പല വിശ്വാസികളും വലിയ കാര്യങ്ങളിൽ ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിലും ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ അനുസരണം കാണിക്കാൻ ബുദ്ധിമുട്ടുന്നു. ദൈവം ഫലങ്ങളെക്കാൾ വിശ്വസ്തമായ അനുസരണത്തെയാണ് വിലമതിക്കുന്നത്. കോപം നമ്മുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുതെന്നും ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. അഹരോനിൽ നിന്ന് എലയാസറിലേക്കുള്ള നേതൃത്വ മാറ്റം ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരാളിൽ ആശ്രയിക്കുന്നതല്ലെന്നും ദൈവം തലമുറകളിലൂടെ തൻ്റെ പ്രവൃത്തി തുടരുന്നുവെന്നും കാണിക്കുന്നു. സംഖ്യാപുസ്തകം 18 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാന ദൈവശാസ്ത്ര ചിന്തകൾ: ഒന്നാമതായി, ദൈവത്തിൻ്റെ വിശുദ്ധി. പുരോഹിത ശുശ്രൂഷയിലൂടെയും ശുദ്ധീകരണത്തിലൂടെയും മോശയുടെ ശിക്ഷയിലൂടെയും ദൈവം തൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തുന്നു. 2, ദൈവത്തിൻ്റെ പരിപാലനം. പുരോഹിതർക്കായി ദശാംശവും അശുദ്ധർക്കായി ശുദ്ധീകരണവും ദാഹിക്കുന്ന ജനത്തിനായി പാറയിൽ നിന്ന് വെള്ളവും ദൈവം ഒരുക്കുന്നു. മൂന്നാമതായി, മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. അഹരോൻ, ലേവ്യർ, മോശ, ജനങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മുൻപാകെ ഉത്തരവാദികളാണ്. ക്രിസ്തുവിലെ പൂർത്തീകരണം നാലാമതായി നമുക്ക് കാണാം. പുരോഹിതത്വം നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തുവിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ചുവന്ന പശു ക്രിസ്തുവിൻ്റെ ശുദ്ധീകരണ യാഗത്തെ സൂചിപ്പിക്കുന്നു. പാറ ജീവജലത്തിൻ്റെ ഉറവയായ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. ദൈവം തന്നെയാണോ എൻ്റെ ഏറ്റവും വലിയ അവകാശം? ഞാൻ പൂർണ്ണ അനുസരണമാണോ കാണിക്കുന്നത്, അതോ ഭാഗിക അനുസരണമോ? ദൈവം നമ്മെ എല്ലാവരെയും ഈ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.